നടൻ മോഹൻലാലിന് വേണ്ടി 10 അടി വലിപ്പമുള്ള വിശ്വരൂപ ശില്പം ഒരുക്കുകയാണ് തിരുവനന്തപുരം സ്വദേശിയായ ശില്പി നാഗപ്പനും സംഘവും. മഹാഭാരത കഥയിലെ വിവിധ സംഭവങ്ങളാണ് തടിയിൽ കൊത്തിയെടുത്തിട്ടുള്ളത്. അവസാനഘട്ട നിർമ്മാണം പൂർത്തിയാക്കി വിശ്വരൂപ ശില്പം മോഹൻലാലിന് ഉടൻ കൈമാറും. മഹാഭാരത കഥ പറയുന്ന 11 മുഖങ്ങളുള്ള വിശ്വരൂപവും പാഞ്ചജന്യം മുഴക്കുന്ന കൃഷ്ണനും ഒറ്റ ശില്പത്തിൽ ഒരുങ്ങുകയാണ് കോവളം വെള്ളാറിലെ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ. രണ്ട് പീഠങ്ങൾക്ക് മുകളിലാണ് ശില്പനിർമ്മാണം. 400ഓളം കഥാപാത്രങ്ങളാണ് ശില്പത്തിൻ്റെ പീഠത്തിൽ കൊത്തിവെച്ചിട്ടുള്ളത്. വിശ്വരൂപത്തിൻ്റെ ഇരുപുറത്തും മഹാഭാരത കഥയിലെ സംഭവവികാസങ്ങളും മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളുമാണുള്ളത്. ദശാവതാരം, ചൂതുകളി വഴി രാജ്യം നഷ്ടപ്പെട്ട പാണ്ഡവർ, പാണ്ഡവരുടെ വനവാസം, പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം, മഹാഭാരത യുദ്ധാരംഭം, കർണവധം, കല്യാണ സൗഗന്ധികം തേടിപ്പോകുന്ന ഭീമൻ, ഭീഷ്മരുടെ ശരശയ്യയും ധർമ്മപുത്രരുടെ സ്വർഗാരോഹണം വരെ ഈ ശില്പത്തിൽ കലാകാരന്മാർ കൊത്തിയെടുത്തിട്ടുണ്ട്. ദിയ ഹാൻഡിക്രാഫ്റ്റ് ഉടമ നാഗപ്പൻ്റെയും മറ്റ് 8 ശില്പികളുടെയും 2.5 വർഷത്തെ അധ്വാനം കൂടിയാണ് ഈ വിശ്വരൂപത്തിൻ്റെ പിറകിലുള്ളത്. ശകുനിയുമായുള്ള ധർമ്മപുത്രരുമായുള്ള ചൂതുകളി മുതൽ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം തന്നെ നമ്മൾ ഇതിൽ കുത്തിവെച്ചിട്ടുണ്ട്. തടിയിൽ നിർമ്മിച്ച വിഗ്രഹം, ആ വിഗ്രഹം വിശ്വരൂപം ഇത്രയും വലുത് ഇതുവരേക്കും ആരും ചെയ്തിട്ടില്ല. ഒരു ഗിന്നസ് റെക്കോർഡ് ഉദ്ദേശിച്ചാണ്. കാരണം തടിയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ വിശ്വരൂപം ആയതുകൊണ്ട് നമ്മളതിനു വേണ്ടി ഒരു പ്രയത്നിക്കുകയാണ്. 2 വർഷം മുൻപ് 6 അടി ഉയരത്തിൽ ഇവർ തന്നെ വിശ്വരൂപ ശില്പം നടൻ മോഹൻലാലിന് നിർമ്മിച്ചു നൽകിയിരുന്നു. ഈ ശില്പവും ഉടൻ പൂർത്തിയാക്കി മോഹൻലാലിന് കൈമാറും. ലാലേട്ടന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഞാൻ മുൻപ് ഒരു 6 അടി വിഗ്രഹം വിശ്വരൂപം ചെയ്ത് ലാൽ സാറിൻ്റെ അവിടെ നിന്ന് ആളുകൾ വന്ന് കാണുകയും അത് ഇഷ്ടപ്പെടുകയും ഇവിടെ നിന്ന് ലൈവായിട്ട് തന്നെ സാറിനെ കാണിച്ചു കൊടുക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിനെ തീർത്ത് ഞാൻ അത് നേരെ ചെന്നൈയിൽ ഞാനും എൻ്റെ മകനും കൂടെ പോയി നേരിട്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തു. ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നുള്ളൊരു നിർദ്ദേശത്തിൻ്റെ പ്രകാരം ഏറ്റവും വലിയൊരു വിഗ്രഹം, ഇത് കാണരുത്, വേറെ ഒരിടത്തും കാണരുത്, ആ രീതിയിലുള്ള ഒരു വിഗ്രഹം ചെയ്യണം. അങ്ങനെയാണ് ഇത്രയും നല്ല വലുപ്പമുള്ള ഒരു വിഗ്രഹത്തിൻ്റെ നമ്മൾ തുടങ്ങിയത്. ഇന്തോനേഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കുമ്പിൾ തടിയിലാണ് ശില്പനിർമ്മാണം. ഇതിഹാസ കഥയുടെ വിസ്മയ രൂപമാണ് ഭൂമിയിൽ നിന്നും 10 അടി ഉയരത്തിൽ ഒരുങ്ങുന്നത്. ഇനിയും 2.5 മാസം കൂടി എടുത്താകും ഈ ശില്പത്തെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറ പേഴ്സൺ ഷൈജു ചാവശ്ശേരിക്കൊപ്പം അനന്തു രാമചന്ദ്രൻ, മീഡിയ 1. മോഹൻലാൽ അല്ല ഇവിടെ സൂപ്പർ താരം, നാഗപ്പനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളുമാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ശില്പമല്ല. എത്ര പ്രയത്നിച്ചിട്ടാവും ഇത്തരത്തിലുള്ള ഒരു ശില്പം ഉണ്ടാക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം.